ഹലോ, നമ്മുടെ മാങ്ങയിഞ്ചി ഞാനൊന്ന് പതുക്കെ വെയിലത്ത് വെച്ചൊക്കെ ഉണക്കി നല്ല ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. അരിഞ്ഞതിന് ശേഷം അതിൻ്റെ വലിപ്പത്തിൽ കൂടുതലായിരിക്കും നമ്മൾ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. അതിന് ശേഷം ആ കറക്കിയെടുത്ത് അത് മാറ്റി വെച്ച ശേഷം നമ്മൾ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് കടുകിട്ട് അത് മൂത്ത് വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് കടുക് പൊട്ടി കഴിയുമ്പോൾ അതിൽ കുറച്ച് വറ്റൽമുളക് ഇടുക. കറിവേപ്പില ഇല്ല കേട്ടോ, അതുകൊണ്ടാണ്. കറിവേപ്പില ഇട്ടാൽ അതിനേലും ടേസ്റ്റ് ആയിരിക്കും. അതിന് ശേഷം ഇഞ്ചി, നമ്മൾ അരിഞ്ഞ ഇഞ്ചി അതിനകത്തേക്കിട്ട് നന്നായിട്ട് വറുത്ത് വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഉപ്പിടുക. ഉപ്പിട്ട ശേഷം അതിൻ്റെ അകത്തേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ടതിന് ശേഷം ഒരു നാരങ്ങ വലിപ്പത്തിൽ നമ്മൾ പുളി അതിൻ്റെ അകത്തേക്ക് പിഴിഞ്ഞൊഴിക്കുക. അത് നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോഴേക്കും അതിൻ്റെ അകത്തേക്ക് ഒരു കുറച്ച് ശർക്കര അതിൻ്റെ അകത്തേക്ക് പൊടിച്ച ശർക്കരയും കൂടി ഇട്ട് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റാണ്, സൂപ്പറാണ്. ഇത് മാത്രം മതി ചോറുണ്ണാനായിട്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, മാങ്ങയും ചീട്ടിയാൽ ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ.